പാർലമെന്റ് ആക്രമണത്തിൽ പ്രതിഷേധിച്ച എംപിമാർക്കെതിരായ അച്ചടക്ക നടപടിയിൽ പാർലമെന്റിന്റെ പ്രിവിലേജ് കമ്മിറ്റി യോഗങ്ങൾ ഇന്നു മുതൽ ആരംഭിക്കും. ശീതകാല സമ്മേളനത്തിനിടെ 146 പ്രതിപക്ഷ അംഗങ്ങളെയാണ് ഇരു സഭകളിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്. ഇതിൽ 14 അംഗങ്ങളുടെ വിഷയം പിന്നീട് പ്രിവിലേജ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടു. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന്. രാധാകൃഷ്ണൻ, പറയൂ വിവരങ്ങൾ. SKN 11 രാജ്യസഭാ അംഗങ്ങളുടെ കാര്യത്തിലാണ് ഇന്ന് ഈ പ്രിവിലേജ് കമ്മിറ്റി ചർച്ച നടത്തുക. ഈ 11 രാജ്യസഭാ അംഗങ്ങളോട് അവരുടെ നിലപാട് എന്താണ് എന്ന് അറിയിക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 140ഓളം രാജ്യസഭാ ലോക്സഭാ എംപിമാർക്കെതിരെയാണ്, പ്രതിപക്ഷ എംപിമാർക്കെതിരെയാണ് നടപടി ഉണ്ടായത്. ഈ നടപടിക്ക് തുടർച്ച എന്ന രീതിയിൽ കൂടുതൽ അച്ചടക്ക ലംഘനം എന്ന വിധത്തിൽ വിലയിരുത്തപ്പെട്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പ്രിവിലേജ് കമ്മിറ്റി കൂടി ഈ വിഷയം പരിഗണിക്കുന്നത്. ഇവർ പറഞ്ഞിട്ടിരിക്കുന്ന കാര്യങ്ങൾ പരിശോധിച്ച് കൂടുതൽ ഏതെങ്കിലും നടപടി വേണമെങ്കിൽ അതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് തീരുമാനിക്കാനായിട്ട് പോകുന്നത്. രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനാണ് ഈ പ്രിവിലേജ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് പ്രവർത്തിക്കുന്നത്. ലോക്സഭയുടെ പ്രിവിലേജ് കമ്മിറ്റിയും ഈ ആഴ്ച അവസാനത്തോടു കൂടി ചേരാനായിട്ട് ഇരിക്കുകയാണ്. ഏതായാലും ഈ സഭാ നടപടികളിൽ ഇനി അടുത്തതായിട്ടുള്ളത് ബഡ്ജറ്റ് സമ്മേളനമാണ്. ഈ ബഡ്ജറ്റ് സമ്മേളനം ഒരുപക്ഷെ സർക്കാരിനെ സംബന്ധിച്ച് അവർ അലങ്കോലം ആക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യമില്ല. കാരണം ഈ സർക്കാരിന്റെ തന്നെ ഏറ്റവും അവസാനത്തെ ബഡ്ജറ്റായിരിക്കും ഫെബ്രുവരി 1 അവതരിപ്പിക്കപ്പെടുക. അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഒരു സംയമനത്തിന്റെ പാതയായിരിക്കും ഒരുപക്ഷെ ഈ പ്രിവിലേജ് കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ, സമിതി കൈക്കൊള്ളുകയാണെങ്കിൽ അംഗങ്ങൾക്കെതിരായിട്ട് മറ്റ് നടപടികളൊന്നും വേണ്ട എന്ന് തീരുമാനിച്ച് ഈ വിഷയം ഒതുക്കി തീർക്കാനായിരിക്കും ശ്രമിക്കുന്നത്. താങ്ക് യു ആർ രാധാകൃഷ്ണൻ. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.